കേരളത്തിലെ ഏത് മന്ത്രിമാരോട് ചോദിച്ചാലും അവർക്ക് താല്പര്യമില്ലാത്ത ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്. അത് നമുക്കറിയാം. പല നമ്മുടെ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പല മന്ത്രിമാർക്ക് മുന്നിൽ വച്ചു നീട്ടുമ്പോൾ അവർക്ക് താല്പര്യമില്ല, ഞങ്ങൾക്കിത് വേണ്ടെന്ന് പറയുകയാണ്. പക്ഷേ അതിപ്പോൾ ഗണേഷ് കുമാർ ഏറ്റെടുത്തതിന് ശേഷം വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. തെറ്റായ നടപടിയിലേക്ക് പോകുന്നവരെ പുറത്താക്കുന്ന, സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്കെല്ലാം മാറിയിട്ടുണ്ടല്ലോ. അല്ല, ഗണേഷിൻ്റെ ഏത് വകുപ്പ് വേണേലും കൊടുത്തു നോക്കാം, ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ആ വകുപ്പിനകത്ത് തൻ്റേതായ ഒരു കയ്യൊപ്പ് അദ്ദേഹം ചാർത്തിയിരിക്കും, എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്, ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞപ്പോഴാണല്ലോ ആന്റണി രാജു മാറിക്കൊടുത്തത്. അതിനു മുമ്പ് അദ്ദേഹം ചില കാര്യങ്ങൾ നിയമസഭയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിച്ചു. ഇവിടുത്തെ ഈ IPS ഓഫീസർമാരുടെ, IAS ഓഫീസർമാരുടെയൊക്കെ വീടുകളിൽ നിങ്ങൾ ഓരോ പോലീസുകാരെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്. ഒരാളല്ല, നിരവധി പോലീസുകാരെ വിഴുപ്പലക്കാനും അവിടുത്തെ പട്ടിയെ കുളിപ്പിക്കാനും പച്ചക്കറി വാങ്ങാനും അമ്മച്ചിമാരുടെ അടിവസ്ത്രം അലക്കാനും ഒക്കെയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അവരൊക്കെ ഹൈലി ക്വാളിഫൈഡ് ആണ്. MSc, B.Ed, പിന്നെ ഡോക്ടറേറ്റ്, പിന്നെ ലെക്ചർഷിപ്പിന് വേണ്ടി യോഗ്യരായിട്ടുള്ളവർ, ഇങ്ങനെയുള്ളവരാണ്. പണ്ടായിരുന്നു ഈ പോലീസുകാർ 8ാം ക്ലാസ് 7ാം ക്ലാസ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ പോയി. ഹൈലി ക്വാളിഫൈഡ് ആണ്. ഇവരുടെ വീട്ടിൽ പച്ചക്കറിയും പട്ടിയെ കുളിപ്പിക്കാനും നിൽക്കുന്ന പോലീസുകാർ പോലും സിവിൽ സർവീസിന് കോച്ചിങ്ങിന് പോകുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരെയാണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത്. ഗണേഷ് പറഞ്ഞ അതല്ല, അവരുടെ വീടുകളിൽ പിന്നെ വേണം പോലീസ്, അത് സംരക്ഷണം കൊടുക്കണം, അത് വേറൊന്ന്. പിന്നെ ഈ പട്ടിയെ കുളിപ്പിക്കാനും പച്ചക്കറി വാങ്ങാനും ഒക്കെ ആയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, അതിന് പ്രത്യേകമായിട്ടൊരു പോസ്റ്റ് ഉണ്ടാക്കി ആരെങ്കിലുമൊക്കെ നിർത്തുക. ഗാർഡനിങ്ങിനോ പച്ചക്കറി വാങ്ങാനോ പട്ടിയെ കുളിപ്പിക്കാനോ ഒക്കെ ആയിട്ട് നിർത്തുക. അപ്പോൾ കുറച്ച് പേർ കൂടെ ജോലി കിട്ടും, ഈ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ. പിണറായി വിജയന് സഭയിൽ അതിനൊന്നും മറുപടി വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല. അന്ന് ഈ പലരും പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ, മന്ത്രിസ്ഥാനം കിട്ടാൻ താമസിക്കുന്നു, അതിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലൊന്നും അല്ല. ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മുമ്പും അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായി ഇരുന്നിട്ടുണ്ട്. അന്നൊക്കെയാണ് ഈ ചെറിയ റോഡുകളിലേക്ക് ചെറിയ ബസ്സുകളെ, നമ്മൾ KSRTC എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് വലിയ പടവണ്ടാരം ബസ്സാണ്, അതൊക്കെ മാറി ചെറിയ ബസ്സൊക്കെ വരികയൊക്കെ ചെയ്തു. നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. എന്തിന്, ഈ പെൻഷൻ പോലും ഇപ്പം കൃത്യമായിട്ടൊക്കെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ തകർക്കുന്നതെന്ന് പറയുന്നത് ഈ KSRTCയിലെ യൂണിയൻകാരാണ്. തകർത്തിരിക്കും. അത് CIT ആയാലും INTC യൂണിയൻകാരും ഒക്കെയാണ് ഇതിനെ തകർത്തത്. അങ്ങനെ പ്രൈവറ്റ് ബസ്സുകാരെ മുഴുവൻ വളർത്തിക്കൊണ്ടുവന്നു. പല ഉൾപ്രദേശങ്ങളിലുമൊക്കെ നമുക്കറിയാം, പ്രൈവറ്റ് ബസ് പോകുന്നതിൻ്റെ പിന്നാലെ ഉണ്ട് KSRTC എഴുന്നള്ളിക്കും. ആൾക്കാരെല്ലാം പ്രൈവറ്റ് ബസ്സിൽ കയറി ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുമ്പോഴാണ് തൊട്ടു പിന്നാലെ KSRTC കാലിയടിച്ചു വരുന്നത്. ഇതിനൊക്കെ മാറ്റം വരുത്തിയ അദ്ദേഹം അതീവ നഷ്ടമായിട്ടുള്ള റൂട്ടുകളെല്ലാം ഇല്ലാതാക്കി, എന്നിട്ട് അതിനെ വേണ്ട തരത്തിൽ പരിഷ്കരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത, അദ്ദേഹം കൺട്രോൾ റൂമിലോട്ട് വിളിച്ചു KSRTCയിൽ. സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി പലരും വിളിക്കും, പരാതി കൊടുക്കാൻ. ആരും എടുക്കുന്നില്ല. എടുത്തിട്ട് തന്നെയോ കൃത്യമായ ഉത്തരം കൊടുക്കുന്നില്ല. മന്ത്രി തന്നെ നേരിട്ട് വിളിച്ചതാണ്. ഗണേഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സിനിമാക്കാരനൊക്കെ ആയിട്ടാണ് ആദ്യകാലങ്ങളിലൊക്കെ കേരളത്തിൽ അറിയപ്പെട്ടിരുന്നത്. സിനിമാ നടൻ എന്നുള്ള രീതിയിലൊന്നും ഞാനൊന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയോ ഒന്നും അഭിപ്രായം പറയുന്നില്ല. അദ്ദേഹം വളരെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന്, ബാലകൃഷ്ണപിള്ളയുടെ മകനല്ലേ. ബാലകൃഷ്ണപിള്ള അത്ര മോശപ്പെട്ട മന്ത്രിയൊന്നും അല്ലല്ലോ. കേരളത്തിലെ UDF എന്ന് പറയുന്ന പ്രസ്ഥാനം അദ്ദേഹം വിചാരിച്ചിട്ടല്ലേ ഉണ്ടായത്. കൊട്ടാരക്കരയായത് തന്നെ എങ്ങനെയാണ്? ബാലകൃഷ്ണപിള്ളയിലൂടെയാണ്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ചെന്നാലുണ്ടല്ലോ, ഏത് വഴിക്കും ബസ്സാണ്. നമ്മൾ അവിടെ ചെന്ന് റഷ്യയിലോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ റഷ്യ എന്ന് ബോർഡ് വെച്ച ബസ്സും വേണേൽ കാണും. അത്ര എല്ലാ ഇടങ്ങളിലേക്കും, മൂകാംബികയ്ക്ക്, പളനിക്ക്, തിരുച്ചെന്തൂരിന്, എല്ലാ വഴികളിലേക്കും എന്നുള്ളതാണ്. KSRTC അവിടെ ആകെ മാറി എന്നുള്ളതാണ്. ഗണേഷ് കുമാർ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. പത്തനാപുരം നിയോജക മണ്ഡലത്തിലാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ഇത് 5ാമത്തെ തവണയാണ്. അതിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ജഗദീഷ് വരെ എത്തുകയാണ്.
ജഗദീഷ് എത്തി, ഭീമൻ രഘു എത്തി. ഭീമൻ രഘു BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. പിന്നെ ഭീമൻ രഘു വിചാരിച്ചത് സിനിമയിലെ വില്ലനെ പോലെ അവിടെ നിൽക്കാമെന്നാണ് വിചാരിച്ചത്. ഈ പണ്ട് കാലത്ത് ഗണേശനെ കുറിച്ചൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ആരോപണങ്ങളും ഒക്കെ. അദ്ദേഹം മന്ത്രി പുത്രൻ എന്നുള്ള രീതിയിൽ ആ ബലം ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ പ്രായത്തിൻ്റെതാണ്, മാറ്റി നിർത്താം. ഈ MLA ആയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അങ്ങ് മാറി എന്നുള്ളതാണ്. മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ടെന്ന്. ഇപ്പം മന്ത്രിയായി കഴിഞ്ഞപ്പോൾ മുഴുവൻ സമയമില്ല, വെള്ളിയാഴ്ച വൈകുന്നേരം പോകും, ശനി ഞായർ അവിടെ ഉണ്ട്, തിങ്കളാഴ്ച രാവിലെ ഇങ്ങോട്ട് വരികയുള്ളൂ. ഈ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഈ മറ്റ് കാര്യങ്ങളായിട്ടൊന്നും ഫോണൊന്നും എടുക്കത്തില്ല. അവിടുത്തെ മുഴുവൻ സമയം മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയാണ്. ഈ പത്തനാപുരം അങ്ങ് മാറി എന്നുള്ളതാണ് കേട്ടോ. പണ്ട് ഈ പത്തനാപുരത്തിനെ ആൾക്കാർ വിശേഷിപ്പിക്കുന്നത് കാട്ടുപത്തനാപുരം എന്നാണ്. പഴയ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം കാട്ടുപത്തനാപുരം. ഇന്നിപ്പോൾ പോയി കാട്ടുപത്തനാപുരം എന്ന് പറഞ്ഞാൽ അവർ അടി തന്ന് നമ്മളെ ഓടിക്കും. അത്രയ്ക്കങ്ങ് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പത്തനാപുരത്ത് തന്നെ ഒരു ഡിപ്പോയൊക്കെ വരികയും ഒക്കെ ചെയ്തു. അതുപോലെ അവിടെ ഉള്ളവർക്കൊക്കെ തന്നെ വേണ്ട തരത്തിലുള്ള എല്ലാ സഹായവും, സാമ്പത്തികമായിട്ടൊക്കെ ക്ലേശിക്കുന്നവർക്കും ജോലിയില്ലാത്തവർക്കും ആ രീതിയിൽ അദ്ദേഹം മാറ്റിയെടുത്തു. ഇപ്പൊ ഇടതുപക്ഷത്തിൽ നിന്നാലും വലതുപക്ഷത്തിൽ നിന്നാലും ഇദ്ദേഹം വിജയിക്കുമെന്ന അവസ്ഥയിലേക്ക് ഇദ്ദേഹം തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ആന്നോ? അതാ ഞാൻ പറഞ്ഞില്ലേ, ഈ 5 തവണയായിട്ടൊക്കെ ജയിച്ചു വരുന്ന MLA വളരെ അപൂർവമാണ്. റാന്നി ജ്യോതി ബസു എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്. പിന്നെ രാജു അബ്രഹാം CPM-ലെ 5 തവണ MLA ആയിരുന്നു റാന്നിയിലെ. പിന്നെ 6ാമത്തെ തവണ വന്നപ്പോഴത്തേന് ആ സീറ്റ് പിണറായി വിജയൻ ജോസ് കെ മാണി വിഭാഗത്തിന് കൊടുത്തു. പ്രമോദ് നാരായണൻ അങ്ങനെ ജയിക്കുകയും ചെയ്തു. രാജു അബ്രഹാമിന് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് CPM-ൻ്റെ. 5 തവണയൊക്കെ ജയിച്ചു വന്നിട്ടും മന്ത്രി പോലും ആക്കിയില്ലെന്നുള്ളതാണ് രാജു അബ്രഹാമിന്. കാരണം BS പക്ഷക്കാരനും കൂടെ ആയിരുന്നു, ഒതുക്കി നിർത്തി. ആദ്യമേ ജയിച്ചു വന്നപ്പം കൊടുക്കേണ്ടവർക്ക് കൊടുത്തു, മരുമകനെ ആക്കി. അപ്പോൾ അങ്ങനെ ഈ ആര് വിചാരിച്ചാലും ഗണേശനെ തോൽപ്പിക്കുക പ്രയാസമാണ്. ഇനിയിപ്പോൾ 2 പക്ഷത്തും അല്ല നിൽക്കുന്നത്, സ്വതന്ത്രനായിട്ട് നിന്നാലും ഗണേഷ് ജയിക്കും കേട്ടോ. അങ്ങനെ ജയിച്ച ഒരാൾ നമുക്കുണ്ട്, PC ജോർജ് 2016 ഒരുത്തരെയും പിന്നെ ഇതൊന്നും പിന്തുണയൊന്നും വാങ്ങിച്ചില്ലല്ലോ. അല്ല, ഇപ്പോഴും ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, അൻവർ. അതെ, അവിടെ എത്ര വോട്ട് വാങ്ങിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരം കേന്ദ്രീകരിച്ച് വലിയ പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ ആ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ളതാണ്. പക്ഷെ അതൊന്നും വിലപ്പോകത്തില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ തന്നെ പരാജയപ്പെട്ടല്ലോ, അപ്പോൾ വീണ്ടും ഒരു ഇറങ്ങുകയാണ് അംഗത്തിന്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അത് ഗണേശൻ അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ്. പത്തനാപുരം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയോടെ ചേർന്ന് നിൽക്കുക. കൊട്ടാരക്കര ടൗണിൻ്റെ കുറച്ച് ഭാഗവും പത്തനാപുരം മണ്ഡലത്തിൽ വരുന്നുണ്ട്. കൊട്ടാരക്കരയ്ക്ക് എത്രത്തോളം കൊട്ടാരക്കര, വാളകം ഇതൊക്കെ എന്ന് പറയുന്നത് ബാലകൃഷ്ണപിള്ളയുടെ ഒരു തട്ടകമാണ്, ഇവരുടെ തന്നെ. അപ്പം ഗണേശന് സിനിമയിൽ ആദ്യകാലങ്ങളിലൊക്കെ വലിയ താരപരിവേഷവും കാണിച്ചായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴത്തേന് ഇതൊക്കെ അങ്ങ് മാറി എന്നുള്ളതാണ്. അങ്ങനെ മാറിയ വേറൊരാളാണ് നമ്മുടെ K. മുരളീധരൻ. അദ്ദേഹം ഇപ്പൊ തനി ജനങ്ങളിടയിൽ നിൽക്കുന്നത് കണ്ട് CPM-ലെ തന്നെ MLA മുകേഷ് ഒന്ന് കണ്ടുപിടിക്കണമായിരുന്നല്ലോ. മുകേഷ് പിന്നെ ഒരു പൊങ്ങനല്ലേ, ഒരു കാര്യത്തിനും കൊള്ളത്തില്ല, ചുമ്മാതെ. ഇപ്പോഴും ഏതോ ആരെയൊക്കെയോ ഫോൺ വിളിച്ച് ഇല്ലാതാക്കി കളയുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗണേശന് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വകുപ്പും കൊടുത്തു നോക്കണം. എനിക്കൊന്ന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തിരുന്നാലുണ്ടല്ലോ, നല്ല സുന്ദരമാക്കി മാറ്റി തന്നെ അദ്ദേഹം. എന്തായാലും KSRTC നന്നാകും. മുകേഷുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെലിഫോൺ വകുപ്പിന്റെ ഒരു ചുമതല ഏൽപ്പിക്കണം. അതാ KSRTC എന്തായാലും ഗണേശന് 5 വർഷം കൈ കിട്ടിയിരുന്നാലുണ്ടല്ലോ, അത് ശരിയായ രീതിയിൽ മാറിയല്ലേ. കാരണം ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു വകുപ്പാണ്, പൊതുഗതാഗത വകുപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.